തേങ്ങയിൽ എല്ലാം കുമ്പളങ്ങ പുളിങ്കറിക്കുള്ളത് എല്ലാം തിളച്ചു. ഇനി തേങ്ങ ചേർത്തു. തേങ്ങ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്നുകൂടി നമുക്ക് ഒഴിക്കാം കേട്ടോ. അതാ ബാക്കിയുള്ളത് ഞാൻ അരച്ചൊഴിച്ചതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു തള വന്നാൽ വാങ്ങി വെച്ചിട്ട് കടുക് വറുക്കാം. നമ്മുടെ പുളിങ്കറി റെഡിയാവും. പിന്നെ ഇതാ ഇവിടെ മീൻകറി ഞാനിതേ ഉണക്കമീൻ വാങ്ങി വെച്ചു. അതിൽ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ, ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ 2-3 പപ്പടം കാച്ചി വെച്ചു. തേങ്ങ ചേർത്ത് ഇത് തിളച്ച് വാങ്ങി വെച്ചു. പിന്നെ ഞാൻ ഇത്തിരി കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഇത്തിരി ഉലുവ ഇട്ടു. ഒരു നുള്ളു ഉലുവ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ 2 വറ്റൽമുളക്, കറിവേപ്പില, ഒരല്പം മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്കങ്ങ് ഒഴിക്കാം. ഇനി എനിക്ക് ഇപ്പോൾ പപ്പടം കാച്ചി കഴിഞ്ഞു. ഇത് അരച്ച് വയ്ക്കാം. പിന്നെ ഇനി ഇത് ചോറ് നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചാക്സണിൽ വെക്കാറില്ല. ഇവിടെ ഗ്യാസിൽ തന്നെയാണ് വെക്കണത്. ഗ്യാസിൽ തന്നെ വേവുമ്പോൾ അങ്ങോട്ട് അടച്ചു വയ്ക്കും. ഇതാ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമുണ്ട്, ചോറ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് വാർത്ത് കഴിഞ്ഞാൽ നല്ല ചോറായിരിക്കും. അടിപൊളി. ചാക്സനും വേണ്ട. ഞാൻ ആദ്യം വൈക്കോൽ വെച്ചിട്ട് കാർബോർഡിൻ്റെ പെട്ടി കിട്ടുമ്പോൾ കാർബോർഡിൻ്റെ എല്ലാം മരത്തിൻ്റെ പെട്ടി കിട്ടുമ്പോൾ അതെടുത്തിട്ട് അതിൽ വൈക്കോൽ വയ്ക്കും. വൈക്കോൽ ഒരു 3 റൗണ്ടിൽ ഇങ്ങനെ വയ്ക്കും. ഏറ്റവും അടിയിൽ പേപ്പർ വയ്ക്കും. എന്നിട്ട് അങ്ങനെ വയ്ക്കുമ്പോൾ നല്ലോണം വെന്ത് നല്ല ചോറാവാറുണ്ട്. പക്ഷെ അതിൽ പാറ്റാന്നറിയും. അതുകൊണ്ട് ഞാനത് മാറ്റി. അപ്പോൾ അതേ ഈ സൂത്രപ്പണിയാണ് ഇപ്പോൾ ചെയ്യണത്. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഇതുകൊണ്ടങ്ങ് മൂടും. ഇതുകൊണ്ട് ഫസ്റ്റ് മൂടും, പിന്നെ ഇതുകൊണ്ട് മൂടും. എന്നിട്ട് കുറേ കഴിയുമ്പോൾ നോക്കും. വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് തിളപ്പിക്കും, വെള്ളം ഒഴിക്കും, വീണ്ടും ഇതേമാതിരി ചെയ്യും. തിളച്ച് കഴിയുമ്പോൾ ഇതേമാതിരി മൂടി വയ്ക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇത് തിളച്ചിട്ട് വാർത്ത് കഴിഞ്ഞാൽ ചോറായി. അടിപൊളി ചോറായി. ഓക്കെ, താങ്ക് യു. പിന്നെ ഞാനിത് കറി റെഡിയാക്കിയിട്ടുണ്ട്. പുളിങ്കറി ഇതാ. അപ്പോൾ ഒരു കളറൊക്കെ നല്ല ഭംഗിയായില്ലേ. അപ്പോൾ അത് മീൻകറിയുടെ ഉണക്കമീൻ ഇത് ഇവിടെ അടച്ചു വെച്ചു. ഉണക്കമീൻ റെഡിയാക്കിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹലോ, രത്നരാജ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണക്കമീൻ ഒരു കറി വയ്ക്കാനാണ്. അപ്പോൾ ഉണക്കമീൻ എന്ന് പറഞ്ഞത് ഇതാണ് മീൻ. ഇതിൻ്റെ തൊലി കളഞ്ഞതാണ്. പല്ലിക്കോര എന്നാണ് പറയണത് ഇവിടെ. എന്ത് മീനാണെന്ന് എനിക്കറിയില്ല. പല്ലിക്കോര മീൻ. പിന്നെ അതിൽ ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങളുടെ മൂവാണ്ടൻ മാങ്ങ ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ പോയി പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് അതിൽ ഇട്ടിട്ടുണ്ട്. പകുതി ഇട്ടുള്ളൂ. പുളി നോക്കിയിട്ട് കുറച്ചും കൂടി ഇടാലോ എന്ന് എത്തി. പിന്നെ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം ഉണക്കമീനായത് കാരണം ഉപ്പുണ്ടാവും. എന്നാലും ഇടേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത് ഒരു ചക്കക്കുരു ഉണ്ട്, പരിപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട്, കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തേങ്ങ അരച്ചിട്ടൊരു പുളിങ്കറിയാണ് വെക്കുന്നത് കേട്ടോ. അതിന് ഞാൻ മുരിങ്ങക്കായ കുക്കറിലിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് മുരിങ്ങക്കായും മാങ്ങയും കൂടി ഞാൻ ഇതിൽ വേവിക്കാൻ ഇട്ടിരിക്കുകയാണ്. വെള്ളം കുറവപ്പം നോക്കിയത് നന്നായി. അല്ലെങ്കിൽ മുരിങ്ങക്കായും മാങ്ങി ഇപ്പോൾ ശരിയാവുക. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാങ്ങ പൊട്ടിക്കാൻ പോയി. ഇത്തിരി മാങ്ങ ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ പച്ചയുണ്ട്, പഴുത്തതൊക്കെ ഉണ്ട്.
പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ തേങ്ങ ചിരകിയൊക്കെ റെഡിയാക്കി ചേട്ടൻ തേങ്ങ ചിരകി തന്നിട്ടുണ്ട്. അപ്പം തേങ്ങ അരയ്ക്കണം, ഉണക്കമീനിലേക്കും അരയ്ക്കണം, പുളിങ്കറിക്കും അരയ്ക്കണം, രണ്ടിലേക്കും അരയ്ക്കാൻ പോവാണ് ഞാൻ കേട്ടോ. അരച്ചിട്ടൊക്കെ നോക്കാം.